ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശനി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 2026 ഡിസംബർ 10 വരെയുള്ള ഈ ഒരു സമയത്തിനുള്ളിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അത്യപൂർവമായ യോഗഫലങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കുന്ന 5 രാശിക്കാരെ പറ്റിയാണ്. ശനി ഭഗവാൻ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടവും അതുപോലെ തന്നെ ഡിസംബർ മാസം 10-ാം തീയതി ശനി വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുകയുമാണ്. അപ്പോൾ അതിനു മുൻപുള്ള ഈ ഒരു കാലഘട്ടം ഡിസംബർ മാസം 10-ാം തീയതി വരെ 5 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ, ഭാഗ്യാനുഭവങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നത്. ശനി സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടവും അതിനുശേഷമുള്ള രേവതി നക്ഷത്രത്തിലുള്ള സഞ്ചാരവുമെല്ലാം ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്ന സ്ഥിതിയിലാണുള്ളത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതകപ്രകാരം ആർക്കെങ്കിലും ഇപ്പോൾ ശനി മഹാദശ നടക്കുന്ന വ്യക്തികളുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ അതിൽ ശനിയുടെ അപഹാരമാണോ, ശനി നിങ്ങൾക്ക് ജാതകവശാൽ ശുഭനാണോ പാപനാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കാരണം ഈ കാലഘട്ടം അത്രമേൽ അത്യുത്തമമാണ്. ശനി പ്രപഞ്ചത്തിൻ്റെ ആയുസ്സിനെ കുറിക്കുന്ന ഗ്രഹവും കർമ്മത്തെ കുറിക്കുന്ന ഗ്രഹവുമാണ്. ശനി നല്ല ബലവാനായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ശനി നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഗുണഫലങ്ങൾ കാലാകാലങ്ങളിൽ നിലനിൽക്കും. ശനി നൽകുന്നതൊന്നും തിരിച്ചെടുക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകപ്രകാരം ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളും ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയുമൊക്കെ നമ്മളെ ഓരോരുത്തരെയും ഓരോരോ കാലഘട്ടങ്ങളിൽ അത്രമേൽ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കുക. ആഗ്രഹമുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഈ ഒരു ശനിയുടെ അനുഗ്രഹം എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഗുണഫലങ്ങൾ ലഭിക്കും എന്നുള്ളതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ സാധിക്കും. ഇനി നമുക്ക് ഏതൊക്കെ വ്യക്തികൾക്കാണ്, ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഒരു ശനിയുടെ സ്വാധീനം കൊണ്ട് ഏറ്റവും ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലങ്ങളാണ് ശനിയുടെ ഈ ഒരു സ്ഥിതിയിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരും. എങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങൾ, നന്മകളാണ് എന്ന് നോക്കിയാൽ സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച, നന്മകൾ ഈ ഒരു സമയത്ത് വന്നു ചേരുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിക്കുക. ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നു ചേരുക. വിദേശ ജോലി, വിദേശവാസമൊക്കെ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ കാലാകാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കർമ്മസംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ എന്താണോ ആ തൊഴിലിൽ അപ്രതീക്ഷിതമായ ഉയർച്ച, ധനാഭിവൃദ്ധി ഒക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണ്. പലർക്കും ഈ ഒരു സമയത്ത് സ്വന്തമായ ഭൂമി, ഗൃഹം, വാഹന യോഗങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരും. കടബാധ്യതകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുവാനായിട്ടുള്ള ഒരു മാർഗം, ഒരു സാമ്പത്തിക വരവ് നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. ഇത്രയും കാലമായിട്ട് ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യമില്ലാതിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചെറുതാണെങ്കിലും ഒരു നല്ലൊരു സമ്പാദ്യം ഉണ്ടാവുക. അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് വിട്ടുമാറും. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുന്ന തരത്തിൽ അനുഭവം ഉണ്ടാകും. ഒരുപാട് വർഷങ്ങളായി മനസ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മൾ ആഗ്രഹിച്ച ജോലി ലഭിക്കുക, ഒരു ബിസിനസ്, തൊഴിൽ സംരംഭങ്ങളൊക്കെ നടത്തുന്നവർക്ക് അതിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച നേട്ടങ്ങൾ, ഉയർച്ചകൾ ലഭിക്കുന്ന കാലഘട്ടം. പലർക്കും ചെറുതാണെങ്കിൽ പോലും ഒരു പുതിയൊരു ബിസിനസ് സംരംഭം, തൊഴിൽ സംരംഭം ആരംഭിക്കുവാൻ സാധിക്കുക, പാർട്ട്ണർഷിപ്പ് രീതിയിലൊക്കെ ഒരു ബിസിനസ് നടത്താൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ ജോലി എന്താണോ
അതിലേറ്റവും ഉയർച്ചയിലെത്തുന്ന സമയം, പലർക്കും ആഗ്രഹിച്ച ഇടത്തേക്കൊരു സ്ഥാനമാറ്റം, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അപ്രതീക്ഷിതമായ പദവി ഉയർച്ച. ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണെങ്കിലും ഈ ഒരു സമയം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടുള്ളൊരു ജോലി ലഭിക്കുന്ന സമയം. നിങ്ങളുടെ ജോലിയിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറും. ഇൻഡസ്ട്രിയൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ ഒക്കെ ഈ ഒരു സമയത്ത് ശനി നിങ്ങൾക്ക് നൽകും. ഇരുമ്പ്, ഉരുക്ക് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സ്റ്റീൽ വ്യവസായങ്ങളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക്, ഇതിൻ്റെ ഏത് മേഖലയിൽ ഉൾപ്പെട്ടുള്ളവരാണെങ്കിലും അതിലൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ ലഭിക്കും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ശനി എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് ഭാഗ്യാധിപതിയും നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവുമാണ്. അപ്പോൾ ഭാഗ്യം പലർക്കും പല രൂപത്തിൽ, നല്ല ജോലി ലഭിക്കുന്നത് മൂലം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി ശരീരത്തിന് ആരോഗ്യം ലഭിക്കുന്നത് മൂലം, അതുപോലെ സ്വന്തമായ ഭൂമി, വീട്, അതുപോലെ വണ്ടി വാഹന യോഗങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പലർക്കും വന്നു ചേരും. എല്ലാ തരത്തിലും വളരെയധികം നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും വന്നു ചേരുന്നതാണ്. ഡിസംബർ 10 വരെയുള്ള സമയം അത്രമേൽ ശുഭമാണ്. ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകൂ. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശനി അത്യുത്തമമായ യോഗഫലങ്ങൾ നൽകുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ചില യോഗഫലങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ശരീരത്തിന് ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയമാണ്. ആശുപത്രി വാസങ്ങൾ, രോഗദുരിതങ്ങൾക്കൊക്കെ വേണ്ടി ഒരു പണം ചിലവഴിക്കേണ്ട അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം ജീവിതത്തിൽ അനുഭവത്തിൽ വരും. തീരെ പ്രതീക്ഷിക്കാത്ത പല സൗഭാഗ്യങ്ങളും കർക്കിടക രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക. സാമ്പത്തികപരമായിട്ടുള്ള പരാധീനതകൾ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് നിങ്ങളുടെ ജോലി സംബന്ധിച്ച് നല്ലൊരു മാറ്റം വന്നു ചേരുന്ന സമയമാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം തന്നെ കർമ്മകാരകനാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജോലിയിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നത്, അവരെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മ മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതിൽ പൂർണ്ണമായിട്ടൊരു മാറ്റമുണ്ടായി കർമ്മമേഖല വളരെ സുഗമമായി മുന്നോട്ട് പോവുക. നിങ്ങൾ ചെയ്യുന്ന ജോലി, കർമ്മം എന്താണോ അതിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉയരത്തിൽ എത്തിച്ചേരുക. ധാരാളം ധനവരവ്, സമ്പാദ്യം ഉണ്ടാകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. പലരെയും സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. അപ്രതീക്ഷിതമായിട്ടുള്ള പല സൗഭാഗ്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഈ ഒരു സമയത്ത് ലഭിക്കും. കഴിഞ്ഞ സമയത്തൊക്കെ ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ ഈ ഒരു സമയത്ത് സാധിക്കും. അതുപോലെ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സം, കാലതാമസങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം, ഒരു വിവാഹ യോഗം ലഭിക്കുന്ന സമയമാണ്. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുനർവിവാഹം, നിങ്ങൾക്ക് അനുയോജ്യനായിട്ടുള്ളൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയവുമാണ്. അങ്ങനെയുള്ള മാറ്റങ്ങളും ഈ ഒരു സമയത്ത് ശനി നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഈ ഒരു സമയത്ത് വന്നു ചേരും. ജീവിത പങ്കാളിയിൽ നിന്ന് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ പൂർവിക വഴിയിൽ നിന്ന് ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരനുഭവം.
ദാമ്പത്യ കുടുംബജീവിതത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കപ്പെടുന്ന ഒരു കാലമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എന്തെങ്കിലും ഒരു കാര്യകാരണങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞ് രണ്ടുപേരും, ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരും രണ്ടിടത്ത് കഴിയുന്നവരാണെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റമുണ്ടായി നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടായി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. 2026 ഡിസംബർ 10 വരെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായും സാമ്പത്തികപരമായും ദാമ്പത്യ ജീവിതത്തിലും നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കർമ്മത്തിലുമൊക്കെ നിങ്ങൾക്ക് ശനി അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ, ഭാഗ്യങ്ങളൊക്കെ നൽകും. യോഗഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഓരോ തരത്തിലാണ് ആ ശനീശ്വരിൽ നിന്ന് ആ ഗുണഫലങ്ങൾ ലഭിക്കുന്നത്. നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഈ ഒരു സമയത്ത് വലിയ ദോഷമില്ലാത്തൊരു ഗ്രഹത്തിൻ്റെ ദശ കൂടി നടക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. പിതാവ്, പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ള ഒരുപാട് ഗുണാനുഭവങ്ങൾ കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. ശനി നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നൽകുന്ന, യോഗഫലങ്ങൾ നൽകുന്ന സമയമാണ്. ഇതിനെ പരമാവധി കർക്കിടകം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഈ ഒരു സമയം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് സമയം ഏറ്റവും ഉത്തമമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പ്രധാനമായും എടുത്തു പറയേണ്ടത് കടബാധ്യതകളെ പറ്റിയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളെ പറ്റിയാണ്. തുലാം രാശിയിൽപ്പെട്ട ഏതൊരു വ്യക്തിയാണോ സാമ്പത്തികപരമായിട്ട് പണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കടബാധ്യതകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക, അതുപോലെ നിങ്ങൾ പണം കൊടുക്കുവാനുള്ള വ്യക്തികൾക്ക് അതൊക്കെ കൊടുത്ത് കടബാധ്യതകൾ വിട്ടൊഴിയുവാനുള്ളൊരു മാർഗം തെളിഞ്ഞു കിട്ടും. നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം. അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ തുലാം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ കൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിന് തന്നെ ഒരു ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു സമയവുമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിങ്ങൾ നേരിടുന്ന അനാവശ്യ എതിർപ്പുകൾ, ശത്രുതകൾ ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതം വളരെ സുഗമമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം ഈ ഒരു സമയത്ത് ഈശ്വരൻ നൽകുന്നതുമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ നൽകും. അതുപോലെ മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഒരനുഭവം വന്നു ചേരുകയും ചെയ്യും. ഭൂമി, ഗൃഹം സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറും. പലർക്കും ഈ ഒരു കാലഘട്ടം ശനി പലതരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നൽകുന്ന സമയമാണ്. പ്രത്യേകിച്ചും തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആകുലതകൾ, ആശങ്കകൾ വിട്ടുമാറുന്ന സമയം. തുലാം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഉപരിപഠനം, അതുപോലെ തന്നെ വിദേശത്ത് പോകുവാനുള്ള യോഗം, വിദേശ ജോലിയാണെങ്കിലും വിദേശ പഠനത്തിനുള്ള സാധ്യതകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പല നന്മകളും അവരവരുടെ കുട്ടികൾക്ക് ചെയ്തു നൽകാൻ സാധിക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല മംഗല്യഭാഗ്യം, വിവാഹ യോഗം ലഭിക്കുന്ന സമയം. അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. അവരവരുടെ സന്താനങ്ങളെ കൊണ്ട്, കുട്ടികളെ കൊണ്ട് തുലാം രാശിക്കാരായ മാതാപിതാക്കൾക്കും മനസ്സിന് സമാധാനം, സുഖം, സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. വിവാഹം കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ സന്താന ഭാഗ്യങ്ങൾ നൽകുന്ന സമയമാണ്. അതുപോലെ മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് ഗുണഫലങ്ങൾ ലഭിക്കും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ആശങ്കയുള്ള വ്യക്തികളാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയം.
അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ തുലാം രാശിക്കാർക്ക് ശനി നൽകും. ശനി നൽകുന്നതൊക്കെ സ്ഥിരമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമായിരിക്കും. അതിനൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല. എല്ലാം കൊണ്ടും നിങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് മാനസികവും ശാരീരികവും സാമ്പത്തികപരമായിട്ടുള്ള ഒരു നല്ല മാറ്റത്തിൻ്റെ കാലമാണ്. പ്രത്യേകിച്ച് ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനായതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിൽ എന്താണോ അതിലും നിങ്ങൾക്കൊരു നല്ല നേട്ടം, മാറ്റങ്ങളൊക്കെ ഈശ്വരൻ നൽകുന്ന സമയമാണ്. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഈ ഒരു സമയം 2026 ഡിസംബർ 10 വരെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, യോഗങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഇതിനെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തൂ. എല്ലാവിധ നന്മകളും തുലാം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് സമയം വളരെ അനുകൂലമാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ സ്വാധീനം നിങ്ങൾക്ക് മാനസികമായിട്ട് വളരെയധികം നല്ല മാറ്റങ്ങൾ നൽകുന്ന ഒന്നാണ്. വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങൾ മനസ്സിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. മനസ്സിന് സ്വസ്ഥതക്കുറവ്, സുഖക്കുറവുള്ളവർ, മനസ്സിന് അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ, ചിന്തകൾ, പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർ ധാരാളമാണ്. മനസ്സിനൊരു സ്വസ്ഥതയില്ല എന്ന് പറയാം ചില വ്യക്തികളെ സംബന്ധിച്ച്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് ഒരു തെളിച്ചം ലഭിക്കുന്ന സമയം, മനസ്സിനൊരു സമാധാനം, സുഖം, സന്തോഷം ഒക്കെ വന്നു ചേരും. മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വന്നു ചേരും. ഒരു ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം ഈ ഒരു കാലഘട്ടത്ത് വൃശ്ചിക രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരികയും ചെയ്യും. സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള അകൽച്ചകളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റമുണ്ടായി സഹോദരങ്ങളുമായിട്ട് ഒന്ന് കൂടിച്ചേരുവാനുള്ള അവസരം, അങ്ങനെ ആ ബന്ധം ഒന്ന് ദൃഢമാക്കുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ ലഭിക്കും. സഹോദരങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് മാനസികമായും ശാരീരികമായും ഒരു സമാധാനം, സുഖം, സന്തോഷം വന്നു ചേരും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഈ ഒരു കാലഘട്ടത്ത് വിട്ടുമാറും. പ്രത്യേകിച്ചും വൃശ്ചികം രാശിക്കാർക്ക് എടുത്തു പറയേണ്ടത് സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച, ഉന്നതിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനവരവ്, ഒരു സാമ്പത്തിക ഉയർച്ച വന്നു ചേരും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്തു തന്നെയാണെങ്കിലും അത് ഒക്കെ വിട്ടുമാറി വളരെ നല്ല രീതിയിൽ വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പ്രത്യേകിച്ചും ഈ ഒരു ശനിയുടെ സ്വാധീനം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് നൽകും. ഈ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെ നിങ്ങൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. ഭൂമി സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അതായത് ഒരു ഭൂമി വിൽക്കാനായിട്ട് ശ്രമിച്ച് അത് സാധിക്കുന്നില്ല, കുറച്ച് നാളായിട്ട് പരിശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം മുതൽ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ വിട്ടുമാറുക, ഭൂമി വിൽക്കാൻ സാധിക്കുക, അതുപോലെ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന കാലഘട്ടം. അതുപോലെ തന്നെ ഭൂമി വാങ്ങാനുള്ള യോഗവും ഈ ഒരു കാലഘട്ടത്ത് നിങ്ങളിലേക്കുണ്ട്. അത് ഓരോരുത്തരുടെയും ആവശ്യപ്രകാരം അവരവരുടെ ആ ഒരു ജീവിതത്തിലെ പ്രാധാന്യത്തിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഫലം അനുഭവത്തിൽ വരുന്നത്. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികപരമായ ഉയർച്ച, മാനസികപരമായൊരു സമാധാനം, കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും. നിങ്ങളിതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ കുട്ടികളെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. വൃശ്ചികം രാശിക്കാരായ മാതാപിതാക്കൾക്ക് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ശനി നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനമായ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് അവരവരുടെ കുട്ടികൾ മുഖാന്തരം, സന്താനങ്ങൾ മുഖാന്തരം വൃശ്ചികം രാശിക്കാരായ മാതാപിതാക്കൾക്ക് മനസ്സിനൊരു സമാധാനം, സുഖം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഒരു നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. അവരുടെ ജീവിതത്തിലും ഈ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ഉയർച്ചകൾ, നന്മകളൊക്കെ വന്നു ചേരുകയും ചെയ്യും. പൊതുവെ ശനിയുടെ ഈ ഒരു സ്വാധീനം
വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ലഭിക്കും. വൃശ്ചികം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരു ജോലി അന്വേഷിക്കുന്നവർക്കുമൊക്കെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ശനീശ്വരൻ നൽകും എന്നുള്ളതാണ്. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അത് ഏറ്റവും ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ശനിയുടെ ഒരു സ്വാധീനം ഈ ഡിസംബർ 10 വരെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശനി. മകരലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നത്തിൻ്റെ അധിപനും ശനിയാണ്. അങ്ങനെയുള്ള ശനി സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ വളരെ ബലത്തോടുകൂടി സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടം, ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മുന്നേറ്റ കാലഘട്ടമെന്ന് നിസ്സംശയം പറയാം. മകരം രാശിക്കാർക്ക് വളരെയധികം നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശനി നൽകും. ശനി പ്രപഞ്ചത്തിൻ്റെ തന്നെ ആയുസ്സിനെ കുറിക്കുന്ന ഗ്രഹവും കർമ്മത്തെ കുറിക്കുന്ന ഗ്രഹവും ആയതുകൊണ്ട് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മകരം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റുന്ന സമയം. നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിൽ എന്താണോ അതിലനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്ത് വിട്ടുമാറും. ഒരു ജോലി ഇല്ലാതെ വിഷമിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് ശ്രമിച്ചാൽ നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നല്ലൊരു ജോലി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരവരുടെ കുടുംബത്തിലൊക്കെ മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും നടക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, സന്താന ഭാഗ്യം, അതുപോലെ ഗൃഹപ്രവേശം തുടങ്ങി നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്ത് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കും. ധനപരമായിട്ടുള്ള മുന്നേറ്റം തീർച്ചയായിട്ടും വന്നു ചേരുന്ന സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ കൈകളിൽ ആ ഒരു ധനം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. പ്രധാനമായിട്ടും ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ധാരാളമായി വന്നു ചേരുക. നിങ്ങളുടെ ജീവിതത്തിന് ഒരു മുന്നേറ്റം ലഭിക്കത്തക്ക തരത്തിൽ പല നല്ല കാര്യങ്ങളും ഈ ഒരു സമയത്ത് സംഭവിക്കും. മകരം രാശിയിൽപ്പെട്ട പല വ്യക്തികളും പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു സമയം, സ്വന്തമായി പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഈശ്വരാനുഗ്രഹമുള്ള സമയം. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്, തൊഴിൽ മേഖലയിലൊക്കെ അപ്രതീക്ഷിതമായ നല്ല മാറ്റങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്ക് അതൊക്കെ അനുഭവത്തിൽ വരുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ്. അങ്ങനെ എല്ലാ തരത്തിലും മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സമയം ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒന്നായിട്ട് അനുഭവത്തിൽ വരും. ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിലൊരു സുഖം, സമാധാനം, സന്തോഷം ഈ ഒരു കാലഘട്ടത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് അവരവരുടെ സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകൽച്ചയോ ബുദ്ധിമുട്ടോ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു കാലഘട്ടത്ത് വിട്ടുമാറി സഹോദരങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള അവസരം, ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യും. കുടുംബത്തിൽ പലതരത്തിലുള്ള മംഗളകാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളോ വിഷമതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് ഈ ഒരു സമയത്ത് വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങളായിരിക്കും ഈശ്വരൻ നൽകുന്നത്. മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോ വ്യക്തികളും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കും. അത് സാമ്പത്തികമാകാം, ദാമ്പത്യപരമായിട്ടാകാം, ചെയ്യുന്ന ജോലി തൊഴിൽ സംബന്ധിച്ചിട്ടാകാം, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളാകാം. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ ധാരാളമാണ്. നിങ്ങൾ ഏതൊരു പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകും. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മാറ്റമുണ്ടായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു വഴി, ഒരു ഭാഗ്യം ഈശ്വരൻ തീർച്ചയായിട്ടും നൽകുന്ന സമയമാണ്. ശനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വഴി കാണിച്ചു നൽകുന്ന സമയം. അപ്രതീക്ഷിതമായ ചില അവസരങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. പ്രധാനമായിട്ടും മകരം രാശിക്കാരെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായിട്ടും വിട്ടുമാറി
ഏറ്റവും നല്ല രീതിയിൽ ഭാഗ്യാനുഭവം, നന്മകൾ, അപ്രതീക്ഷിതമായ ചില യോഗഫലങ്ങളൊക്കെ മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഇതിനെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ശനിയുടെ സ്ഥിതി 2026 ഡിസംബർ 10 വരെ സർവ്വ സൗഭാഗ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.